Hi, hello dear friends, welcome back. This is Lakshmi Krishna and you're watching നാടൻ അടുക്കള. നാടൻ അടുക്കളയിൽ നിന്നിപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ധാരാളം മൈക്രോ ന്യൂട്രിയൻസും പ്രോട്ടീനും ഒക്കെയുള്ള ഈ ഒരു ഡിഷ് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. തയ്യാറാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. ഇപ്പം നമുക്ക് സാധാരണ സുലഭമായിട്ട് മാർക്കറ്റിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, കോളിഫ്ലവർ പോലിരിക്കുന്ന ഒരു വെജിറ്റബിളാണിത്. ഇതിൻ്റെ പേര് ബ്രൊക്കോളി എന്നാണ്. ആരോഗ്യത്തിന് വളരെ നല്ലതാണിത്. ഇതിപ്പോൾ സാധാരണ നമ്മുടെ മാർജിൻ ഫ്രീയിലും മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നുണ്ട്. ഇത് കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് ഉള്ള ഈ ഒരു വെജിറ്റബിൾ നമ്മുടെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ കോളിഫ്ലവർ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ ഫ്ലോററ്റ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരല്പം ഉപ്പും ചെറിയ ചൂടുള്ള വെള്ളവും ഇട്ട് വെച്ചതിന് ശേഷം എടുത്ത് ഈ കാണുന്നത് പോലെ കനം കുറഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു തോരനായിട്ടാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് കനം കുറച്ച് ഇതുപോലുള്ള ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഇതുകൊണ്ട് നമ്മൾ കോളിഫ്ലവർ വെച്ച് തയ്യാറാക്കുന്ന എല്ലാ വിഭവങ്ങളും നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഇതിപ്പോൾ ലഞ്ചിനായിട്ട് എടുക്കുന്നത് കൊണ്ട് ഞാനതൊരു തോരനാക്കി മാറ്റുന്നു. ഈ രീതിയിൽ തണ്ടും അതിൻ്റെ പൂവും ഒക്കെ തന്നെ നമുക്ക് കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മുഴുവൻ ബ്രൊക്കോളിയും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ ചെറുക്കാൻ പറ്റുന്ന അത്രയും തന്നെ ആരോഗ്യ ഗുണമുള്ള നല്ലൊരു വെജിറ്റബിളാണ്. ഇത് അല്പം കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് വാങ്ങി ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഈ ബ്രൊക്കോളി മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്കൊരു ചെറിയ സവോളയും കൂടെ കട്ട് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ വെജിറ്റബിൾസ് കൊണ്ട് തോരൻ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നത് അതിന് ടേസ്റ്റ് കൂട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചേർക്കുന്നു. ഇപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ചെറിയ സവോള എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സവാള ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരരപ്പ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതിപ്പോൾ രണ്ട് വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് ബ്രൊക്കോളിയാണ്. അപ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് വയറിന് ചില ഡിസ്റ്റർബൻസ്, ഗ്യാസ് ട്രബിൾ അതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരല്പം വെളുത്തുള്ളി കൂടുതൽ ചേർക്കുന്നു. ഇപ്പം ഞാനിവിടെ ഒരു 3/4 മുറിയോളം തേങ്ങയും ചേർക്കുന്നു. ഇതിപ്പോൾ ഞാൻ തേങ്ങ ഇളക്കിയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചിരണ്ടി എടുക്കുകയാണെങ്കിലും ഒരു 3/4 മുറിയോളം തേങ്ങ നമുക്ക് ആവശ്യമുണ്ട് ഇതിലേക്ക്. അപ്പോൾ തേങ്ങ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ തോരൻ്റെ എരിവിലേക്കായിട്ട് മുളക് പൊടിയും ജീരകവും ഒക്കെ ചേർക്കണം. ഇപ്പം ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് തരിതരിപ്പായിട്ട് തോരനെന്നോണം അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കുന്നു. ഈ കടുകും കറിവേപ്പിലയും ഒക്കെ മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ലൈറ്റായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി വരട്ടെ. ഉള്ളിയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൊക്കോളി പീസസ് കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണിത്. കിട്ടുവാണെങ്കിൽ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ഇനി ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഉപ്പ് എല്ലായിടത്തിലും എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നേ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് വളരെ കുറച്ച് മാത്രം ചേർക്കുക.
ഈ വെള്ളത്തിൻ്റെ മോയ്സ്ചർ കൊണ്ടിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നോക്കി ചട്ടീൻ്റെ അടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവില്ല, അത്രയ്ക്ക് കുറച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏതാണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് വരും കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ ഒരിക്കൽ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പോൾ നോക്കി നമ്മുടെ ബ്രൊക്കോളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് അതിൻ്റെ കളറൊന്നും പോകാൻ പാടില്ല. ഒരു 75% കുക്കാവുന്നവരെ വേവിച്ചാൽ മതിയാവും. ഇത് നോക്കി ഇപ്പോൾ നമ്മുടെ ബ്രൊക്കോളി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വെന്ത് വന്നാൽ മതിയാവും. കളറൊന്നും മാറിയിട്ടുമില്ല, എന്നാൽ കുക്കായിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഒന്നും കൂടെ ഒന്ന് ഹെൽത്തി ആക്കാനായിട്ട് ഇതിലിപ്പോൾ ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരല്പം പ്രോട്ടീൻ കൂടെ കൊടുക്കാനായിട്ട് നമുക്ക് 2 മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നാടൻ മുട്ട ആയതുകൊണ്ട് ഷെല്ലിന് ഒരല്പം കട്ടി കൂടുതലാണ്, അതുകൊണ്ടാണ് ഈ കത്തി കൊണ്ടിങ്ങനെ പൊട്ടിക്കുന്നത്. ഇപ്പോൾ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. മുട്ടയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ 1 മതിയെങ്കിൽ 1 മുട്ട ചേർത്താലും മതിയാവും. ഇല്ല 1 മുട്ട കൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത്രയും ചേർക്കാം കേട്ടോ. ഇനി ഈ മുട്ട ലൈറ്റായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ മുട്ട നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മുട്ട നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഒരല്പ സമയത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ മുട്ട നന്നായിട്ട് വെന്ത് വരും കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇത് നോക്കി മുട്ടയും കോളിഫ്ലവറും എല്ലാം കൂടെ ഒന്നും കൂടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങ ചതച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ അരപ്പിലേക്ക് ആവശ്യത്തിന് ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ചേർത്ത അരപ്പ് എല്ലാ ഭാഗങ്ങളിലും എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതിപ്പോൾ ഒരല്പം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ രീതിയിൽ കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇതിങ്ങനെ തന്നെ മൂടി വെച്ച് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതിയാവും. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരല്പം മോയ്സ്ചർ ഉള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനൊരു അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നു. ഇത്തിരി മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ട് കറി നന്നായിട്ട് റെഡിയായി വരും കേട്ടോ. ഇത്തിരി മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് കുഴഞ്ഞൊന്നും പോകത്തില്ല. ഈ അരപ്പ് എല്ലാ ഭാഗങ്ങളിലും പിടിക്കാനായിട്ട് അത് സഹായിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഈ അരപ്പിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. 2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രൊക്കോളി മുട്ടത്തോരൻ തയ്യാറായി കിട്ടും. ഇപ്പോൾ ഏതാണ്ടൊരു 2 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു തോരൻ്റെ മണം ആ മുട്ടേൻ്റെയും ഒക്കെ കൂടെ ചേർന്നിട്ട്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാണാൻ വളരെ സിമ്പിളാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറിയാണിത്. ഊണിന് പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടാവുകയും ചെയ്യും. ഇതിലിപ്പോൾ മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരല്പം ചെറുപയർ പരിപ്പ് വേവിച്ച് ചേർത്താലും മതിയാവും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ പരിപ്പ് തോര പരിപ്പ് എന്തായാലും ഒന്ന് വേവിച്ച് ഇതിലൂടെ ചേർത്തോളൂ. ഒരല്പം പ്രോട്ടീനും കൂടി ഇതിനോട് ചേരുമ്പോഴാണ് ഇതിന് ന്യൂട്രിയൻസ് ഒന്നുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആവുന്നത്. അതുകൊണ്ടാണ് പ്രോട്ടീൻ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മുട്ട ചേർത്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പയറോ പരിപ്പോ ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി
ബ്രൊക്കോളി മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിഷ് നിങ്ങളും തയ്യാറാക്കി നോക്കുക. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തയ്യാറാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK Snack.